ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ദിവസവുമുള്ള ലൈഫിൽ നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എല്ലാവരായിട്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. ഞാൻ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ളൊരു വ്ളോഗറൊന്നുമല്ല കേട്ടോ. എന്നാലും എനിക്ക് എൻ്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാനിങ്ങനൊരു ചാനൽ എന്ന് പറയുന്ന ഐഡിയയെ പറ്റി ആലോചിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ നല്ല നല്ല വ്ളോഗ്സൊക്കെ കണ്ടിട്ട് അതിൻ്റെ സബ്സ്ക്രൈബേഴ്സും ഫാൻസും ഒക്കെ ആയിരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഞാനും കാണാറുണ്ട്. ഞാനും പല വ്ളോഗ്സിനെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടമുണ്ട്. അവരുടെയൊക്കെ ഒരു സംസാര രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അത്രമാത്രം ടാലൻ്റൊന്നും ഇല്ല. എന്നാലും ഞാൻ ഈ സാഹസത്തിന് മുതിരുകയാണ്. ഒത്തിരി നാളായി ഇങ്ങനൊരു ഐഡിയ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ട്, പക്ഷേ പലപ്പോഴും പല പല കാരണങ്ങൾ കൊണ്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിളോ അല്ലെങ്കിൽ മിക്കവാറും സമയമില്ലാത്തത് കൊണ്ടാണ്, സമയക്കുറവ് കൊണ്ടൊക്കെ അതൊക്കെ ഇങ്ങനെ സ്കിപ്പായി പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യാം. എല്ലാ കാര്യവും നമ്മളിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വച്ച് കഴിഞ്ഞാലല്ലേ പിന്നെ നമുക്കതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാ കാര്യവും അങ്ങനെ തന്നെയല്ലേ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ എൻ്റെ ഈ ചാനലിൽ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡെയിലി ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, കൊച്ചു സന്തോഷങ്ങളും അതുപോലെ തന്നെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇനി മുതൽ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. അപ്പോൾ എനിക്ക് എപ്പോഴൊക്കെയാണോ സമയം കിട്ടുകയെന്ന് അറിയില്ല. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ വീഡിയോകളായിട്ട് വരുന്നതാണ്. എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കുന്നത് എനിക്കിതിൽ കൂടി കുറേ ഫ്രണ്ട്സിനെ കിട്ടും. ഞാൻ പോലും അറിയാത്ത എവിടെയൊക്കെയുള്ള കുറേ ആളുകളായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളതാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും, അത് നല്ല കമൻസ് ആണെങ്കിലും അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളാണെങ്കിലും എല്ലാം ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. അതിനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള എല്ലാ ഫ്രീഡവും ഉണ്ട്. ഞാനത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തെത്തിട്ടോ. ഇവിടെ കുറേ പൂക്കളൊക്കെ കാണുന്നുണ്ട്. ആ റെഡ് കളറുള്ള ഫ്ലവറുള്ള മരം ഉണ്ടല്ലോ, ഞാൻ ആദ്യം വിചാരിച്ചത് യൂക്കാലിപ്സ് എന്നാണ്. അതിൻ്റെ ഇലയൊക്കെ കുറച്ച് ആ ഒരു സെൻറ്റൊക്കെ തരുന്ന ഒരു ഇലയാണ്. പക്ഷെ ഞാൻ അങ്ങനെ ആദ്യം തെറ്റിദ്ധരിച്ചു. പക്ഷെ അത് യൂക്കാലിപ്സ് അല്ല, ആ ഒരു ഫാമിലിയിൽ പെട്ടതാണ്. ഞാൻ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണ്. ഞാൻ കുറച്ച് നടക്കാൻ ഇറങ്ങിയതാട്ടോ. നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഇത്രയും ഭംഗിയുള്ള പൂക്കളൊക്കെ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം. ഉണ്ടോ, ഇവിടെ സ്പ്രിങ് സീസണാണ് കേട്ടോ. രസമാണെന്നറിയോ കാണാൻ? ഉണ്ടോ, ഞാൻ ഓണത്തിന് ഇതിൽ നിന്നൊക്കെ കുറച്ച് പൂക്കളൊക്കെ കളക്ട് ചെയ്തിട്ട് പൂക്കൾ ഒരുക്കിയായിരുന്നു കേട്ടോ. പ്രാവശ്യം നമ്മൾ അത്രയൊന്നും ഓണം ആഘോഷിച്ചിട്ടില്ല. എന്നാലും ആ തിരുവോണത്തിൻ്റെ അന്ന് മാത്രം നമ്മൾ പൂക്കളിട്ടു. നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ കളക്ട് ചെയ്തത്. പൂക്കളൊക്കെ കുറേ കിട്ടി. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ 11 മണിയായി. അങ്ങനെ പറഞ്ഞുകൂടാ, രാവിലെ ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് കുറേ നേരം പിന്നെ ഉറങ്ങാതെയാണ് കിടന്നു. പിന്നെ ഞാൻ ഉറങ്ങിയപ്പോൾ 8 മണിയോ മറ്റോ ആയിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ എഴുന്നേറ്റപ്പോൾ 11 മണിയായത്. മൊത്തത്തിലൊരു സ്റ്റാർട്ടിങ് ശരിയല്ലാത്തൊരു ദിവസമായിരുന്നു. എനിക്കങ്ങനെയാണ്. ചില ദിവസങ്ങളിൽ ഞാൻ എഴുന്നേൽക്കുന്ന സമയം വൈകിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു മൂടിയാവും. കുറച്ചും കൂടിയൊക്കെ നേരത്തെ എണീക്കാമായിരുന്നല്ലോ എന്നുള്ളൊരു നിരാശയൊക്കെ എന്നെ ബാധിക്കും.
അങ്ങനെ ഞാനൊരു 11:30 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം കിച്ചണിൽ ഞാൻ ചില ജോലികളൊക്കെ ചെയ്തു തീർത്തു. ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഡ്രസ്സ് കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു, വാഷ് ചെയ്തിട്ടു. അങ്ങനെ ജോലികളൊക്കെ തീർത്ത് ഞാൻ ഒന്ന് നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ ചാനലിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ ഈ വഴിയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാമോ. എനിക്കിങ്ങനെ വെറുതെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നടക്കുമ്പോൾ ചുറ്റും കാണുന്ന കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണല്ലോ. ഇപ്പോൾ ഇത് സ്പ്രിംഗ് സീസണാണ് ഇവിടെ. അപ്പോൾ ഈ സീസണിൽ ഇവിടെയുള്ള ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇടാം. ഇപ്പോൾ സ്പ്രിംഗ് സീസണാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഓരോ വീട്ടിലും ഓരോ സ്ട്രീറ്റിൻ്റെ ഓരോ സൈഡിലുമൊക്കെ നല്ല നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഇവിടുത്തെ മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെ നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണാനായിട്ട്. റോഡും എല്ലാം നല്ല രസമാണ് കാണാനായിട്ട്. ലേശം തണുപ്പ് തുടങ്ങിയ ഒരു സമയമാണ്. ഒരു ഉച്ചയ്ക്ക് ശേഷം ഇന്നത്ര മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നെങ്കിൽ പോലും വെയിലിനത്ര ചൂടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തണുപ്പ് വരാൻ തുടങ്ങി. ഞാനിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ മരം ഞാൻ ശ്രദ്ധിച്ചത്. എപ്പോഴും ഞാൻ ഹൈവേയിലേക്ക് പോകുമ്പോൾ ഈ വഴിയിൽ കൂടെയാണ് പോകുന്നത്. എപ്പോഴും ഞാൻ നോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ മരം ഒരു പ്രത്യേക രീതിയിൽ, ഒരു പ്രത്യേക ഭംഗിയിലാണത് നിൽക്കുന്നത്. ഇന്നാണെങ്കിൽ അത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് നിൽക്കുന്നത്. അത് ആ മരത്തിൻ്റെ ചില്ലകൾക്കിടയിൽ കൂടിയൊക്കെ ഇങ്ങനെ വെയിലിങ്ങനെ അരിച്ചിറങ്ങുന്നത് കാണാൻ നല്ല ഭംഗി. അങ്ങനെ നടന്ന് ഞാനിവിടെ അടുത്തുള്ള ഒരു പാർക്കിലെത്തി. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇവിടെ ഇരുന്നിട്ട് തിരിച്ച് പതുക്കെ വീട്ടിലോട്ട് നടക്കും. ഈ പാർക്ക് വീട്ടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങളിവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്, ഈവനിങ് ടൈംസിലൊക്കെ. തണുപ്പ് കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇത്ര നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇന്നും എൻ്റെ വീഡിയോസ് കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരയ്ക്കും ബൈ ബൈ, ടേക്ക് കെയർ.